400 കോടിയൊക്കെ മുടക്കിയിട്ടെടുക്കണം, എന്നാലും ഇപ്പൊ പള്ളി ഹദീസ് എന്ന് പറയാൻ പറ്റുന്ന ഹദീസ് ഉണ്ടെങ്കിൽ ഈ ഹദീസേ ഉള്ളൂ. ഏത്? ഇമാം മുസ്ലിമിന്റെ ഒക്കെ തുടക്കത്തിൽ 100-ലധികം പരമ്പര സൂചനയിലൂടെയും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റ ഹദീസിന്. എന്താ പറഞ്ഞാൽ, മനഃപൂർവ്വം എന്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് ഇരിപ്പിടം തയ്യാർ ചെയ്തു കൊള്ളട്ടെ. ഇനി വേറൊന്നും ഒരുങ്ങാനോനില്ല, മരിച്ചാൽ നേരെ നരകത്തിലേക്കാണെന്നുള്ള ഉറപ്പാവുന്നു. ഖുർആൻ പോലെ അനിഷേധ്യമായി സ്ഥിരപ്പെട്ട അത്രയും പരമ്പരയിൽ വന്ന ഹദീസാണ്. ഇതറിയുന്ന ആള് മനഃപൂർവ്വം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയും എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. അങ്ങനെ ഉണ്ടാവൂല, ഒരാൾ പറയില്ല. പറഞ്ഞാലോ ഓന്റെ അവസ്ഥ വളരെ മോശം. അറിയാതെ പോലും പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കാര്യം പറയുമ്പോ അത് സത്യാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടുള്ളൂ. ആ ഉത്തമ ബോധ്യത്തിന്റെ മാർഗമാണ് നമ്മൾ പറഞ്ഞത്. ഇത് സനത് മാത്രമല്ല ഉത്തമ ബോധ്യത്തിനുള്ള മാർഗം. ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ആലിമീങ്ങള്, ഔലിയാക്കന്മാർ, സാദാത്യങ്ങൾ പോലെയുള്ള ആളുകളുടെ വാക്ക്, ആ വാക്ക്, അതുപോലെ തന്നെ മുൻഗാമികളുടെ നടപടി, ഇവ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിന് തെറ്റില്ല. അല്ലെങ്കിൽ സംശയത്തോടുകൂടി അല്ലെങ്കിൽ ഉറപ്പായിട്ട് കളവൊരാൾ പറഞ്ഞാൽ അയാളും സ്വർഗവുമായിട്ട് പിന്നെ യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട്